അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടന്നപ്പോൾ ആ നടക്കുന്ന ദിവസം രാഹുൽ ഗാന്ധിയെ നാം കണ്ടത് എവിടെയായിരുന്നു? രാഹുൽ ഗാന്ധി അപ്പോൾ ആസാമിൽ പെരുവഴിയിൽ ആയിരുന്നു. അതാണ് ഒരു പ്രധാനപ്പെട്ട സംഭവം. രാജ്യത്ത് നടക്കുമ്പോൾ രാഷ്ട്രീയം എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് പ്രതിപക്ഷത്തിന് ഒരു രൂപവും ഇല്ല. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ കുടുംബത്തിലെ 3 തലമുറകൾ അഫ്ഗാനിസ്ഥാനിൽ പോയി ബാബറിൻ്റെ ശവകുടീരം വണങ്ങിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ചിലപ്പോൾ രാമനെ പ്രതിഷ്ഠിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് മനപ്രയാസം ഉണ്ടാവുക സ്വാഭാവികമാണ്. നമുക്കൊക്കെ ആധാർ കാർഡുണ്ട്, പക്ഷേ രാഹുൽ ഗാന്ധിക്ക് ഉള്ളതായിട്ട് നമ്മൾ കാണുന്നത് വഴിയാധാർ കാർഡ് ആണ്. അതാണ് അദ്ദേഹം ആ പ്രധാനപ്പെട്ട മുഹൂർത്തത്തിൽ ജനങ്ങളെ വഞ്ചിച്ചും ആത്മവഞ്ചന നടത്തിയും ആസാമിലെ ഒരു തെരുവിൽ ഇങ്ങനെ പരസ്യമായി വെയിൽ കൊള്ളേണ്ടി വന്നത്. കഷ്ടമാണ്. നമ്മുടെ നാട്ടിൽ നിന്നുള്ള KC വേണുഗോപാലും അദ്ദേഹത്തിൻ്റെ അടുത്ത് ഉണ്ടായത്. ഇതിന് കുറച്ച് ദിവസം മുമ്പ് രാഹുൽ ഗാന്ധി നടത്തിയ പത്രസമ്മേളനത്തിൽ എന്താണ് പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് അയോധ്യ രാമപ്രതിഷ്ഠ മോദി RSS രാഷ്ട്രീയം കളിക്കുന്നതാണ് എന്നാണ്. അങ്ങനെയാണോ? എങ്ങനെയാണ് അവിടെ രാമപ്രതിഷ്ഠ നമ്മൾ നടത്തുന്നത്? സുപ്രീം കോടതി വിധിക്ക് ശേഷമാണ്. സുപ്രീം കോടതി എന്താണ് വിധിയിൽ പറഞ്ഞത്? ഒരു ട്രസ്റ്റ് ഉണ്ടാക്കുക, രാമക്ഷേത്രം പണിയുക, പള്ളിക്ക് വേണ്ടി 5 ഏക്കർ വേറെ നീക്കി വയ്ക്കുക. ഇങ്ങനെ ട്രസ്റ്റ് ഉണ്ടാക്കി. ട്രസ്റ്റാണ് ക്ഷേത്രം പണിതത്, കേന്ദ്ര സർക്കാരല്ല, മോദിയല്ല. ഒരു ട്രസ്റ്റാണ് ക്ഷേത്രം പണിതത്. അത് സുപ്രീം കോടതി വിധിയെ തുടർന്നാണ്. പിന്നെ എങ്ങനെയാണ് അതിൻ്റെ അകത്ത് രാഷ്ട്രീയം വരുന്നത്? അത് ആചാരപ്രകാരമാണ് അവിടുത്തെ പ്രതിഷ്ഠ മുഴുവൻ നടന്നിരിക്കുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ രാഹുൽ ഗാന്ധിക്ക് ഒരു പ്രതിനിധി അയക്കുകയോ അദ്ദേഹത്തിന് പങ്കെടുക്കുകയോ അതൊക്കെ ചെയ്യുന്നത് മാന്യമായ പ്രവൃത്തിയാകുമായിരുന്നു. ഉദാഹരണത്തിന് ഡൽഹി ഭരിക്കുന്ന അവർ ഈ രാമപ്രതിഷ്ഠാ ദിവസം അവർ രാമനെ അങ്ങോട്ട് ഏറ്റെടുക്കുകയായിരുന്നു. എന്തുകൊണ്ടാണത്? രാമൻ ഇന്ത്യയുടെ ഹൃദയത്തിലാണ് വസിക്കുന്നത്. അവിടെ ആ ക്ഷേത്രത്തിൽ മാത്രമല്ല, സാധാരണക്കാർക്ക് പോലുമുള്ള പേരാണ് രാമൻ എന്നുള്ളത്. അത് ഇവിടെ ഒരു മണൽത്തരിക്ക് പോലും അറിയാവുന്ന പേരാണ്. അതുകൊണ്ടാണ് ഗാന്ധി ആ പേരെടുത്തത്. ഇതൊന്നും രാഹുൽ ഗാന്ധിക്ക് അറിഞ്ഞുകൂടാ. ഇതുമാത്രമല്ല രാഹുൽ ഗാന്ധിക്ക് അറിയാത്തത്. ഞാൻ പെട്ടെന്ന് ഓർത്തത്, ഈ പത്രസമ്മേളനത്തിൽ ക്ഷേത്രത്തെ രാഷ്ട്രീയത്തിനായി മോദി ഉപയോഗിക്കുന്നു എന്ന് രാഹുൽ പറഞ്ഞപ്പോൾ അദ്ദേഹം ഓർക്കാതിരുന്നൊരു കാര്യം, ഇന്ദിരാഗാന്ധി ക്ഷേത്രങ്ങളെ രാഷ്ട്രീയത്തിന് ഉപയോഗിച്ചിരുന്നു എന്നുള്ള കാര്യമാണ്. നമുക്ക് കേരളത്തിൽ അങ്ങനെ ഇന്ദിരാഗാന്ധി ക്ഷേത്രത്തെ ഉപയോഗിച്ചതിന് ഉദാഹരണമുണ്ട്. കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ കൈപ്പത്തി, ഈ ചിഹ്നം കൈപ്പത്തി പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രം പാലക്കാട്ടുണ്ട്. പാലക്കാട്ട് കല്ലേക്കുളങ്ങര ഹേമാംബിക ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ഭഗവതിയല്ല, ദേവീക്ഷേത്രമാണ്, ഭഗവതിയല്ല. 2 കൈകൾ ആണ്, 2 കൈപ്പത്തി ആണ് അവിടെ പ്രതിഷ്ഠ. അപ്പോൾ 1978 കോൺഗ്രസ് പിളർപ്പിനൊക്കെ ശേഷം ഈ അടിയന്തരാവസ്ഥയുടെ ധാരാളം കറ ഇന്ദിരാഗാന്ധിയുടെ കൈകളിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ശുദ്ധമായ കൈ വേണം എന്ന് അവർ കരുതിയിരുന്നോ എന്ന് നമുക്കറിയില്ല. അതോ അത് മുസ്ലിം ഇതിഹാസങ്ങളിൽ ഫാത്തിമയുടെ കൈകൾ എന്ന് പറയുന്ന ഒരു ഐതിഹ്യമുണ്ട്. അങ്ങനെ ഷിയാകളുടെ ഒരു ഐതിഹ്യമാണ്. അങ്ങനെ തെരഞ്ഞെടുപ്പ് ചിഹ്നം കൈയായി തിരഞ്ഞെടുത്തത് അബദ്ധമായോ എന്ന തോന്നൽ അവർക്കുണ്ടോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും അവർ ഈ കൈപ്പത്തി പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ അവർ വരികയുണ്ടായി.
അവർ 1982 ഈ ക്ഷേത്രത്തിൽ വന്നത്. ഈ ക്ഷേത്രത്തിൽ വന്നതിനൊരു പശ്ചാത്തലം എന്താണെന്ന് വെച്ചാൽ, അക്കാലത്ത് സുപ്രീം കോടതിയിൽ PS കൈലാസം എന്നൊരു ജഡ്ജി ഉണ്ടായിരുന്നു. പളപ്പടി സഡായി കൗണ്ടർ കൈലാസം. ഈ കൈലാസം കല്ലേക്കുളങ്ങരക്കാരനാണ്, അദ്ദേഹത്തിൻ്റെ വേരുകൾ. അപ്പോൾ അദ്ദേഹം മദ്രാസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കുമ്പോൾ സുപ്രീം കോടതിയിലേക്ക് ജഡ്ജിയായി ഉയർത്തപ്പെട്ട ആളാണ്. സുപ്രീം കോടതി ജഡ്ജിയായി ആദ്യമായി നിയമിതനാകുന്ന മദ്രാസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് സൗന്ദരം. ഈ സൗന്ദരം ആരാണെന്ന് വെച്ചാൽ P. ചിദംബരം ഉണ്ടല്ലോ, കോൺഗ്രസിൻ്റെയൊക്കെ ധനമന്ത്രിയായിരുന്ന ചിദംബരത്തിൻ്റെ ഭാര്യ നളിനി ചിദംബരം. ഈ നളിനി ചിദംബരത്തിൻ്റെ അമ്മയാണ് ഞാൻ പറഞ്ഞ സൗന്ദരം, ഈ ജഡ്ജി, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന കൈലാസത്തിൻ്റെ ഭാര്യ. അപ്പോൾ ഈ സൗന്ദരം തമിഴിൽ കവിതയൊക്കെ എഴുതുന്ന ആളായിരുന്നു, പ്രഭാഷകയുമായിരുന്നു. അവർ തമിഴിൽ ഇന്ദിരാഗാന്ധിയെ പറ്റി കവിത എഴുതിയിട്ടുണ്ട്. അപ്പോൾ സൗന്ദര്യം ഒരിക്കൽ ഇന്ദിരാഗാന്ധിയോട് ഇങ്ങനെ കൈപ്പത്തി പ്രതിഷ്ഠയുള്ള പാലക്കാട്ടെ ക്ഷേത്രത്തെ പറ്റി പറഞ്ഞു എന്നാണ് കഥ. അതവർക്ക് ഓർമ്മയുണ്ടായിരുന്നു. അങ്ങനെ അവർക്ക് ഈ ചിഹ്നം ഏറ്റെടുക്കേണ്ട ഒരു ഘട്ടം വന്നപ്പോൾ 1978 പിളർപ്പ് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഈ ചിഹ്നം ഏറ്റെടുക്കേണ്ട ഘട്ടം വന്നപ്പോൾ എന്താണ് ചെയ്തതെന്ന് റഷീദ് കിഡ്വായ് എഴുതിയ ബാലറ്റ് 10 episodes that have shaped India's democracy എന്ന പുസ്തകത്തിലുണ്ട്. ഇന്ദിരാഗാന്ധി നരസിംഹറാവുവിൻ്റെ കൂടെ വിജയവാഡയിലാണ്. അപ്പോൾ അന്ന് കോൺഗ്രസിൻ്റെ നേതാവായിരുന്ന പഴയ കേന്ദ്രമന്ത്രിയൊക്കെ ആയിരുന്ന ബൂട്ടാ സിംഗ് ആണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മുമ്പിൽ ഈ ചിഹ്നം തിരഞ്ഞെടുക്കാനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് 3 ചിഹ്നങ്ങളുടെ ഓപ്ഷൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുത്തു. 3 ചിഹ്നങ്ങളിൽ നിന്ന് 1 തിരഞ്ഞെടുക്കാം: ആന, സൈക്കിൾ, കൈപ്പത്തി എന്നിവ. അപ്പോൾ ഇത് ഫോണിൽ വിളിച്ചിട്ട് ബൂട്ടാ സിംഗ് ഇന്ദിരാഗാന്ധിയോട് പറഞ്ഞു, നമുക്ക് കിട്ടാവുന്ന ചിഹ്നങ്ങൾ ഇത് 3 ഇതിൽ നിന്ന് നമ്മൾ ഒരെണ്ണം തിരഞ്ഞെടുക്കണം. അപ്പോൾ ബൂട്ടാ സിംഗിൻ്റെ ശബ്ദത്തിൻ്റെ പ്രത്യേകതകൾ കൊണ്ടായിരിക്കണം അദ്ദേഹം ഹാത്ത് എന്ന് പറഞ്ഞത്. ഹാത്ത് എന്ന് പറഞ്ഞാൽ കൈ. അദ്ദേഹം ഹാത്ത് എന്ന് പറഞ്ഞതൊക്കെ ഹാത്തി എന്ന് പറഞ്ഞാൽ ആന. അദ്ദേഹം ഹാത്ത് എന്ന് പറഞ്ഞതൊക്കെ ഹാത്തി എന്നാണ് ഇന്ദിരാഗാന്ധി കേട്ടത്. അപ്പോൾ ഈ ആനച്ചിഹ്നം പിൽക്കാലത്ത് BSPയുടെ ചിഹ്നമായി. പക്ഷേ ഈ ആനച്ചിഹ്നത്തിൽ താല്പര്യം ഉണ്ടായിരുന്നില്ല ഇന്ദിരാഗാന്ധിക്ക്. അപ്പോൾ എന്തോ വ്യക്തതയില്ലാതെ ഈ ഫോൺ അവർ നരസിംഹറാവുവിൻ്റെ കയ്യിൽ കൊടുത്തു. നരസിംഹറാവു ബൂട്ടാ സിംഗിനോട് സംസാരിച്ചു. അപ്പോൾ ബൂട്ടാ സിംഗ് പറഞ്ഞത്, റാവുവിന് ധാരാളം ഭാഷകളുണ്ടല്ലോ, ധാരാളം ഭാഷകളിൽ മൗനം പാലിച്ച ആളായിരുന്നു. അദ്ദേഹത്തിന് ധാരാളം ഭാഷകൾ അറിയാമായിരുന്നു. ആ ഭാഷകളിലൊക്കെ മൗനം പാലിച്ച ആളായിരുന്നു. പള്ളി പൊളിയുമ്പോൾ എന്ന് അദ്ദേഹത്തെ കളിയാക്കാറുണ്ട്. അദ്ദേഹം ബൂട്ടാ സിംഗിനോട് സംസാരിച്ചിട്ട് അദ്ദേഹത്തിന് മനസ്സിലായി കൈപ്പത്തി, ഹാത്ത് എന്നാണ് പറയുന്നത് എന്ന്. അപ്പോൾ ഇന്ദിരാഗാന്ധിക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന വാക്ക് പഞ്ച് എന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട്, പഞ്ച എന്ന് പറഞ്ഞു കൊടുക്കാൻ, പഞ്ച 5 വിരലുകൾ, കൈപ്പത്തി എന്ന് പറഞ്ഞു കൊടുക്കാൻ ബൂട്ടാ സിംഗിനോട് ആവശ്യപ്പെട്ടു. അപ്പോൾ ബൂട്ടാ സിംഗ് പറഞ്ഞു പഞ്ച എന്ന് പറഞ്ഞു. ഉടനെ ഇന്ദിരാഗാന്ധി സമ്മതിച്ചു എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ കഥ. ഇനി ഈ ക്ഷേത്രം എന്തുകൊണ്ടാണ് ഒരു ഭഗവതിയുടെ പ്രതിഷ്ഠയില്ലാതെ കൈപ്പത്തിയുടെ പ്രതിഷ്ഠയായിപ്പോയത്? അതിൻ്റെ കഥ എന്താണെന്ന് വെച്ചാൽ, അവിടെ ദേവിയുടെ കൈപ്പത്തി വരാനുള്ള കാരണം, ഇപ്പോൾ ഉള്ള ഈ ഹേമാംബിക ക്ഷേത്രത്തിൽ നിന്ന് കുറേ ദൂരെ അക്കാലത്ത് ഒരു വനദുർഗ ക്ഷേത്രം ഉണ്ടായിരുന്നു. കാടായിരുന്നു. പഴയ കാലത്ത് അങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പോൾ ആ ദുർഗാക്ഷേത്രത്തിൽ കുറൂർ നമ്പൂതിരിപ്പാടും കൈമുക്ക് വൈദികൻ എന്നറിയപ്പെടുന്ന കൈമുക്ക് നമ്പൂതിരിപ്പാടും അവർ 2 പേരും കൂടി നടന്ന് എല്ലാ ദിവസവും ദേവിയെ തൊഴാൻ പോകാറുണ്ടായിരുന്നു.
അവർക്ക് പ്രായമായി കഴിഞ്ഞപ്പോൾ അങ്ങനെ അത്രയും ദൂരം നടക്കാൻ വയ്യാതായി. ദുർഗാക്ഷേത്രത്തിൽ കാട്ടിൽ പോയി തൊഴാൻ വയ്യാതായി. അങ്ങനെ അവർ അങ്ങോട്ടുള്ള യാത്രയിൽ ക്ഷീണം കൊണ്ട് ഒരു മരച്ചുവട്ടിലിരിക്കുമ്പോൾ ഒരു വൃദ്ധ എത്തി അവർക്ക് പഴങ്ങൾ കൊടുത്തു. അത് കഴിച്ച് അവർ ക്ഷീണമകറ്റി വനദുർഗാക്ഷേത്രത്തിൽ പോയി. അടുത്ത ദിവസം ആ പഴം കൊടുത്ത വൃദ്ധ നിന്ന സ്ഥാനത്ത് അവരൊരു ആനയെയും, ഈ രണ്ട് നമ്പൂതിരിമാരും ഒരു ആനയെയും സമീപത്ത് ദേവിയെയും കണ്ടു. പിന്നീട് അപ്പോൾ അതിൻ്റെ അർത്ഥം ആ സ്ഥലം വരെ അവർ വനദുർഗാക്ഷേത്രത്തിൽ കാട്ടിൽ പോകണ്ട, ഈ ദേവി നിന്ന ആ സ്ഥലം വരെ വന്നാൽ മതി എന്നവർ തീരുമാനിച്ചു. അങ്ങനെ വരാൻ തുടങ്ങി. പിന്നീട് കുറേയും കൂടി പ്രായമായപ്പോൾ അത്ര പോലും വരാൻ പറ്റാതായി. അപ്പോൾ എന്ത് സംഭവിച്ചു? അടുത്ത ദിവസം രാത്രി ഈ കുറൂർ നമ്പൂതിരിപ്പാടിൻ്റെ സ്വപ്നത്തിൽ ദേവി പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, അടുത്തുള്ള തടാകം വരെ ഒന്ന് വരൂ, ആ തടാകത്തിൽ ഞാൻ കുടികൊള്ളുന്നുണ്ട് എന്ന് പറഞ്ഞു. അടുത്ത ദിവസം തന്നെ ഈ കൈമുക്ക് നമ്പൂതിരിയും വിളിച്ചുകൊണ്ട് ഈ തടാകം വരെ പോയി. അപ്പോൾ തടാകത്തിൽ നിന്ന് 2 കൈകൾ ഉയർന്നു. 2 കൈകൾ ഉയർന്നപ്പോൾ തന്നെ കുറൂർ നമ്പൂതിരിക്ക് വിസ്മയമായി. അദ്ദേഹം നീന്തി ചെന്ന് ദേവി നീ കൈ ഉള്ളിലേക്ക് വലിക്കരുത് എന്നുള്ളതുകൊണ്ട് നീന്തി ചെന്ന് ഉടനെ 2 കൈകളിലും പിടുത്തമിട്ടു. ദേവി മുങ്ങരുത് എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ ആ സ്വപ്നത്തിൽ ദേവി ഒരു ഉപാധി വെച്ചിരുന്നു. അതായത് താൻ മുഴുവനായിട്ട് പ്രത്യക്ഷപ്പെട്ട ശേഷമേ പോകാവൂ എന്ന് ദേവി ഉപാധി വെച്ചിരുന്നു. പക്ഷേ ഈ 2 കൈകളും പ്രത്യക്ഷപ്പെട്ടപ്പോൾ തന്നെ അതാ അവിടെ എന്ന് നമ്പൂതിരി നിലവിളിച്ചിട്ടാണ് നീന്തിയത്. അതുകൊണ്ട് ആ 2 കൈ മാത്രമായി അവശേഷിച്ചു. അതാണ് പ്രതിഷ്ഠിച്ചത് എന്നാണ് കഥ. എന്തായാലും ഈ ക്ഷേത്രം അങ്ങനെ ഇന്ത്യയിൽ കൈപ്പത്തി പ്രതിഷ്ഠയുള്ള ഏക ക്ഷേത്രമായി. പരശുരാമൻ ഇങ്ങനെ 4 അംബികാലയങ്ങൾ കേരളത്തിൽ പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട്. കന്യാകുമാരിയിൽ അന്ന് കന്യാകുമാരിയിൽ ബാലാംബിക, വടകര ലോകനാർക്കാവിൽ ലോകാംബിക, പക്ഷെ വടകരയിലല്ല, കൊടുങ്ങല്ലൂരിൽ ലോകമല്ലേശ്വരത്തെ ദേവി ആണ് എന്ന് വിശ്വാസമുണ്ട്. ആ ലോകമല്ലേശ്വരത്തിൽ ലോകാംബിക എന്ന് പറയുന്നവരുണ്ട്. കൊല്ലൂരിൽ മൂകാംബിക, കല്ലേക്കുളങ്ങരയിൽ ഹേമാംബിക. അങ്ങനെ ഈ 4 അംബികാലയങ്ങൾ പരശുരാമ ക്ഷേത്രങ്ങളാണ് എന്ന വിശ്വാസവും ഉണ്ട്. പിൽക്കാലത്ത് നേരത്തെ പറഞ്ഞ തടാകം നികത്തി ചേതനാസ് നമ്പൂതിരിയാണ് ഇന്നത്തെ ക്ഷേത്രം പണിതത് എന്നാണ് വിശ്വാസം. ഇത്രയും വിശ്വാസങ്ങളിൽ, അതായത് മതവിശ്വാസങ്ങളിൽ അധിഷ്ഠിതമായ ഒരു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ കൈപ്പത്തി ചിഹ്നമായി കൊണ്ടു നടക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ്. ആ കോൺഗ്രസിൻ്റെ നേതാവാണ്, അതായത് അദ്ദേഹത്തിൻ്റെ മുത്തശ്ശി മതരാഷ്ട്രീയം കളിച്ചു. എന്നിട്ടാണ് സെക്കുലറിസം എന്ന് പറയുന്നത്, കോൺഗ്രസിൻ്റെ സെക്കുലറിസം കപടമാണ് എന്ന് സത്യസന്ധമായി പറയുന്ന ഒരു പ്രധാനമന്ത്രി സത്യസന്ധമായി ഒരു പ്രതിഷ്ഠ നടത്തുമ്പോൾ അതിനെ കളിയാക്കുന്നത്, ഇങ്ങനെ മതരാഷ്ട്രീയം കളിച്ചൊരു പാർട്ടി അതിനെ കളിയാക്കുന്നത് വിരോധാഭാസമാണ്. അതേ നമുക്കിപ്പോൾ പറയാനുള്ളൂ. ഏതായാലും ഹേമാംബികയ്ക്ക് സ്തുതി. നമസ്കാരം.